നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളുടെ കാര്യം ചോദിച്ചാൽ എല്ലാവരും പറയുന്ന പേരുകളിൽ അമേരിക്കൻ സൈന്യം മുന്നിൽ തന്നെ കാണും. നൂതനമായ സാങ്കേതിക വിദ്യകൾ, നവീനമായ ആയുധങ്ങൾ എന്നിവ കൊണ്ട് മാത്രമല്ല, ഈ ആയുധങ്ങൾക്ക് പിന്നിലുള്ള മനുഷ്യർ അഥവാ സൈനികർ ഇതെല്ലാം ചേർന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ മികവ് രൂപപ്പെടുത്തുന്നത്. ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് അമേരിക്കൻ സൈന്യത്തിൽ ചേരുന്നതിന് അമേരിക്കയിലെ യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ താല്പര്യം കുറയുന്നതായാണ് റിപ്പോർട്ടുകൾ. യുവാക്കൾക്കിടയിൽ ഇത്തരത്തിൽ സൈന്യത്തിൽ ചേരാനുള്ള അവരുടെ ഒരു താല്പര്യം കുറയുന്നതിന് പിന്നിൽ വിവിധ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഘടകം എന്നത് യുവാക്കൾക്ക് മികച്ച കരിയർ ഓപ്ഷനുകൾ ലഭിക്കുന്നു എന്നതാണ്. മികച്ച ശമ്പളം, ആനുകൂല്യങ്ങൾ, അതോടൊപ്പം വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെയുള്ള നിരവധി കരിയർ ഓപ്ഷനുകൾ ഇന്ന് സുലഭമാണ്. ഉദാഹരണത്തിന് IT അതല്ലെങ്കിൽ സാങ്കേതിക മേഖലകളിലൊക്കെയുള്ള കരിയർ ഓപ്ഷനുകളെ സൈനിക ജോലിയേക്കാൾ മികച്ചതായാണ് ബഹുഭൂരിപക്ഷം യുവജനങ്ങളും കാണുന്നത്. സൈനിക ജീവിതത്തിന്റെ കഠിനമായ ഒരു വശവുമായി ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ആകർഷകവും ലാഭകരവും ഒപ്പം തികച്ചും റിസ്ക് ഫ്രീ ആയിട്ടുള്ളതുമായ, സേഫ് ആയിട്ടുള്ളതുമായ കരിയർ ഓപ്ഷനുകളായി ഈ IT-യും ബിസിനസ്സും അതൊക്കെ യുവാക്കൾ കാണുന്നു. രാജ്യസ്നേഹവുമായി ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സൈനിക സേവനത്തെ കുറിച്ചുള്ള ധാരണ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ശാരീരികവും മാനസികവുമായ അധ്വാനമുള്ള അല്ലെങ്കിൽ ജീവന് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു കരിയർ ആയിട്ടാണ് മിക്ക അമേരിക്കൻ യുവാക്കളും ഇന്ന് പട്ടാളത്തിൽ ചേരുന്നതിനെ കാണുന്നത്. ഇറാഖിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളിൽ വളരെ വലിയ രീതിയിൽ തന്നെ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. അപകടകരവും ദുർഘടവുമായ ഇത്തരം പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കപ്പെടുമെന്ന ഭയവും അതെല്ലാം വ്യക്തിജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതവും ഒക്കെ അമേരിക്കൻ യുവതയെ പട്ടാളത്തിൽ ചേരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളും അവരെ സൈന്യം എന്നത് ഒരു കരിയർ ഓപ്ഷനായി തിരഞ്ഞെടുക്കാതിരിക്കാൻ വളരെയധികം പ്രേരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ വർദ്ധിച്ചു വന്ന എഡ്യൂക്കേഷൻ ലോണുകളുടെയും സ്കോളർഷിപ്പുകളുടെയും ഒക്കെ ലഭ്യത അവിടെ ഉന്നത വിദ്യാഭ്യാസം വളരെയധികം ഉയർത്തിയിട്ടുണ്ട്. സൈന്യത്തിൽ ചേരുന്നതിന് പകരം കോളേജ് ബിരുദങ്ങളും മറ്റ് സിവിലിയൻ ജോലികൾ, സിവിലിയൻ കരിയറുകളും ഒക്കെ പിന്തുടരാൻ നിരവധി യുവാക്കൾ ഇഷ്ടപ്പെടുന്നു. വ്യക്തിത്വത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സ്വതന്ത്രമായി ജീവിതം ആസ്വദിക്കണമെന്നാണ് മിക്ക യുവാക്കളും, പ്രത്യേകിച്ച് ജെൻസി ഒക്കെ ആഗ്രഹിക്കുന്നത്. സൈന്യത്തിന്റെ ഘടനാപരവും അച്ചടക്കമുള്ളതുമായ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. മറ്റൊരു പ്രശ്നം എന്നത് അമേരിക്കയിലെ യുവജന സംഖ്യയുടെ നല്ലൊരു ശതമാനത്തിനും സൈന്യത്തിൽ ചേരാനുള്ള ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇവർ സൈനിക സേവനത്തിന് യോഗ്യരല്ലാതാവുന്നു. അമിതവണ്ണം, മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഈ യുവ അമേരിക്കക്കാർക്കിടയിൽ വ്യാപകമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് സൈനിക സേവനത്തിന് അവരെ അയോഗ്യരാക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. ഇത്തരമൊരു സാഹചര്യത്തെ മറികടക്കാനും തങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുമായി സൈന്യം വളരെ വിപുലമായ തയ്യാറെടുപ്പിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, സൈബർ എബിലിറ്റീസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ സൈന്യം കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. മോഡേൺ വാർഫെയറിൽ സൈന്യത്തിന്റെ പ്രവർത്തന കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാനാണ് അവരൊരുങ്ങുന്നത്. കൂടുതൽ ചടുലവും പ്രതികരണ ശേഷിയുമുള്ളതാക്കാൻ വേണ്ടി സൈന്യം അതിന്റെ ഘടന പുനഃക്രമീകരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മോഡുലാർ ബ്രിഗേഡുകളുടെ ഡെവലപ്മെന്റും പുതിയ യുദ്ധ സംവിധാനങ്ങളുടെ കോർഡിനേഷനും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഏത് സന്ദർഭത്തിലും ചടുലമായി പ്രതികരിക്കാനുള്ള ഒരു ശക്തി സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ടാലന്റ് മാനേജ്മെന്റിനായി ഒരു ഡാറ്റാധിഷ്ഠിത സമീപനമാണ് സൈന്യം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. സൈനികർക്ക് മികവ് പുലർത്താൻ കഴിയുന്ന രീതിയിൽ അവരുടെ എബിലിറ്റികളും അതുപോലെ വിവിധ സ്കില്ലുകളും ഒക്കെ തിരിച്ചറിയുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രധാന പരിപാടി. സങ്കീർണവും ചലനാത്മകവുമായ സിറ്റുവേഷനുകൾക്ക് കൂടുതൽ കൃത്യമായി സൈനികരെ സജ്ജമാക്കുന്നതിന് ട്രെയിനിങ്ങിനായി വിർച്വൽ റിയാലിറ്റിയുടെയും സിമുലേഷനുകളുടെയും ഒക്കെ സഹായം ഇപ്പോൾ തന്നെ സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് വെല്ലുവിളികൾ നേരിടുന്നതിന്, ടാലന്റുകളെ ആകർഷിക്കുന്നതിനും അവരെ നിലനിർത്തുന്നതിനുമുള്ള പുതിയ തന്ത്രങ്ങൾ സൈന്യം ആവിഷ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. ബോണസുകൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ഒപ്പം തന്നെ കരിയർ ഡെവലപ്മെന്റ് അവസരങ്ങൾ തുടങ്ങിയ പല പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു.
വലിയ തോതിൽ യുവാക്കളെ ആകർഷിക്കുന്നതിനും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇവർ വളരെ ആസൂത്രിതമായി തന്നെ നടത്തി വരികയാണ്. ആഗോളതലത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാകാനും സൈന്യം വിപുലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുക, ഒപ്പം സൗഹൃദ രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. സൈന്യത്തിൽ ചേരുന്നതിൽ അമേരിക്കൻ യുവാക്കൾക്കിടയിൽ താല്പര്യം കുറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്, പ്രത്യേകിച്ച് രാജ്യ സുരക്ഷയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളിയെ നേരിടുക എന്നുള്ളത് അവരുടെ ഭാവിയിലേക്കുള്ള നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഉയർന്ന ശമ്പളവും സുരക്ഷിതത്വവുമുള്ള കരിയർ ഓപ്ഷനുകളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടുമൊക്കെ കൂടുതൽ സാങ്കേതിക വിദ്യ ഒക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ള യുദ്ധരീതികൾ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്കാണ് ഇത് കാര്യങ്ങളെ എത്തിക്കുന്നത്. ആളില്ല ഡ്രോണുകളാണ് ഇപ്പോൾ തന്നെ യുദ്ധമുഖങ്ങളെ ഭരിക്കുന്നത് എന്ന് പറയാം. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ യുദ്ധമുഖത്തേക്ക് വ്യാപകമായി എത്തുമ്പോൾ അത് വലിയ തോതിൽ ആശങ്കയും ഉയർത്തുന്നുണ്ട്. വലിയ യുദ്ധങ്ങളും ആൾനാശങ്ങളും ഇല്ലാത്ത ഒരു നാളെ ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.